അസ്സലാമലൈക്കും. ആൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണല്ലോ? അൽഹംദുലില്ലാ, നമുക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണുകയല്ലേ? നിങ്ങൾ റെഡിയല്ലേ കാണാൻ? അപ്പം ഇന്ന് നമ്മൾ 17 മിനിറ്റോ 15 മിനിറ്റോ 20 മിനിറ്റോ ഒന്നുമില്ല, വെറും 10 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ 10 മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ സഹിച്ചേ തീരൂ. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയണുള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പം ഓരോരുത്തരെ ഇഷ്ടമാണല്ലോ നമുക്ക് ലൈക്ക് തരുന്നതും കമൻറ്റ് ചെയ്യണതും സബ്സ്ക്രൈബ് ചെയ്യണമൊക്കെ. അപ്പോൾ നമ്മൾ ആരെയും ഇങ്ങോട്ട് അടിച്ചേൽപ്പിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. അവനാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ചായയും കടിയും രാവിലെ ഉണ്ടാക്കണമെന്നും കാണിച്ചു തന്നിട്ടില്ല കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ എന്നും ഉണ്ടല്ലോ ഈ ചായയും കടി ഉണ്ടാക്കുന്ന വീഡിയോസ്, ഇങ്ങനെ രാവിലെ തന്നെ ഈ ചായപാത്രം കൊണ്ട് നമ്മൾ ഈ കൊണ്ടുവന്നിക്കുന്നതും ഇതാക്കുന്നതും കാണിച്ചത്. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ് കേട്ടോ. ഇന്ന് നമ്മൾ മിറ്റടിച്ച് വരുന്നതാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ മിറ്റടിച്ച് വരാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മിറ്റൊക്കെ അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ ആ മാങ്ങാമൂച്ചിമ്മന്ന് ചാടുന്ന ഇലയും അതിൻ്റെ പൂവും ഒക്കെയാണ് ഉണ്ടാകുക കേട്ടോ. മുന്നിൽ നല്ല സുഖമാണ് കേട്ടോ. മുന്നിൽ അത്രയൊന്നും അടിച്ചു വരാനൊന്നും ഉണ്ടാകും കേട്ടോ. എന്നാലും ആ മുറ്റത്ത് ഒന്ന് ചൂലിങ്ങനെ ഓട്ടാഞ്ഞാൽ ഒരു പൊറുതിയേടാണ് കേട്ടോ. നേരം വെളുക്കുമ്പോൾ നമ്മൾ മിറ്റടിച്ചു വരണം പോലും, അത് ചമ്മലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അടിച്ചു വരണമെന്ന് കേട്ടുക്കണം കേട്ടോ. അതെങ്ങനെ അപ്പോൾ നമ്മൾ ചമ്മലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ മുറ്റൊന്ന് മുന്നൊന്ന് തോണ്ടാതെ വെക്കൂല കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ തിരിഞ്ഞ് വരുന്നുണ്ട്. അതെന്തിനാ, ഇനിയിപ്പോൾ ഫോണ് നമുക്ക് തിരിച്ച് വേറെ ഇടത്തെങ്കിലും കൊണ്ടുപോയിക്കണ്ടേ, അതിനും വേണ്ടിയാണ് നമ്മൾ ഈ വരുന്നത്. അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ കുറേ ചകിരിയൊക്കെ ഉണ്ട്, അതൊക്കെ ഉണങ്ങാനും വേണ്ടി കല്ലുമ്മ കയറ്റി വെച്ചു. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറ്റേ ചാക്കൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഇതാക്കണേ നമ്മൾ തക്കാളി പൊത്തുക്കണം കേട്ടോ. അപ്പോൾ പൊത്ത തക്കാളി നമ്മൾ പറിച്ചാണ്. അൽഹംദുലില്ലാ, നമ്മൾ കുഴിച്ചിട്ട തക്കാളിയിൽ നിന്ന് ഒരു തക്കാളി മൂത്ത് പൊത്തുകണ് കണ്ടില്ലേ. കുഞ്ഞി തക്കാളിയാണ്, എന്നാലും നല്ലൊരു സന്തോഷമുണ്ട് കേട്ടോ നമ്മളെ കല്ലുകൊണ്ട് കുഴിച്ചിട്ടുണ്ടാക്കിയ സാധനം പറിച്ചുമ്പോൾ. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു തക്കാളി കിട്ടിയിരിക്കണം കേട്ടോ. വലിപ്പം വെക്കണില്ല, എന്താണെന്നറിയില്ല. അപ്പം ഇനി നമുക്ക് എന്താട്ടണം, നനച്ചു കൊടുക്കാം. ഉണ്ടാകുന്നിടത്തോളം ഉണ്ടാകട്ടെ, പോകണമെങ്കിൽ പോവും ചേച്ചിട്ടല്ലേ. അപ്പം നമ്മൾ ചീര ഇതാക്കണേ. അപ്പം ഇന്നലെ നമ്മൾ ചീര താളിച്ചപ്പോൾ എന്തേ ചീര അരിഞ്ഞിലേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ ഇന്ന് അരിഞ്ഞിക്കണം കേട്ടോ, ചീരയൊക്കെ അരിഞ്ഞിക്കണേ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ പിന്നെ എന്താണെന്ന് താളിച്ചാൽ ഒരു എത്തും കൂട്ടാലേനി, അപ്പോൾ ഒന്ന് രണ്ടിലെടുത്ത് കണ്ടാണ് താളിച്ചതാണ്. അപ്പോൾ ഇതാക്കണേ, ഞാൻ നമ്മളെ കേങ്ങ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ കുഴിച്ചിട്ടിങ്ങല്ലോ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ കുഴിച്ചിട്ടത്? ഓർമ്മ ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഓർമ്മ ഉണ്ട് എന്നുള്ളത്. അന്ന് നമ്മൾ ഒരു കേങ്ങിൻ്റെ ഒരു ഭാഗം കൊണ്ടുവന്ന് അങ്ങനെ കുഴിച്ചിട്ടിനല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ തണ്ടൊക്കെ ഉണങ്ങിപ്പോയിക്കണം കേട്ടോ. അപ്പോൾ അത് ഉണങ്ങിപ്പോയപ്പോൾ ഞാൻ എന്താട്ടി ഉണ്ടായിക്കണേന്ന് കരുതിക്കാണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എത്ര ഉണ്ടാവുമല്ലേന്നൊന്നും ഇപ്പോൾ നമുക്കറിയില്ല, നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ഉണ്ടാവുമല്ലേന്നൊന്നും അറിയില്ല, ഒരു പരീക്ഷണമായിരുന്നു ഉണ്ടാവുമല്ലേന്നല്ലേ. ഏതായാലും ആ മണ്ണിട്ടിയിലൊന്നുമില്ല. പിന്നെ ഞാനൊന്നുകൂടി ചാക്ക് കൂടെ ഒക്കെ ഒന്നുകൂടിയൊക്കെ നോക്കി അവിടെ ഇവിടെയൊക്കെ പറ്റി കിടക്കണുണ്ടോ, അവിടെ എവിടെയും കാണാനില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ നേരം നോക്കി നമ്മളെന്താട്ടി ആ മണ്ണൊക്കെ അയക്കന്നെ ആക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളില്ലാന്ന് കരുതി നമ്മൾ സസ്യമായിട്ട് മക്കളെ. അപ്പോഴൊന്നും നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാക്കണേ, അപ്പോഴാണ് ഒരു കുഞ്ഞ് കിട്ടിയത്. അപ്പോൾ ഒരു മനസ്സിക്ക് സമാധാനമായിട്ടോ, നമ്മൾ സസ്യമായില്ല എന്നുള്ളൊരു സന്തോഷമായിട്ടോ. അപ്പോൾ ഒരു ചെറിയൊക്കെ ഉണ്ട് കേട്ടോ മുഖത്തേക്ക്. ഒരു കുഞ്ഞി കേങ്ങ് കിട്ടിയപ്പോൾ കുഞ്ഞി കേക്കാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളതും പാടെ നമ്മൾ ആ മണ്ണും കൂടി അതിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അതിൽ കുഴിച്ചിടാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ അതൊക്കെ അതിൽ ഇട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ അതാ മണ്ണ് വാരിട്ടപ്പോൾ ഒന്നും കൂടി കിട്ടിയിട്ടോ. അങ്ങനെ നമുക്കൊരു 3 എണ്ണം കിട്ടിട്ടോ. ഒന്ന് കുറച്ച് വലിപ്പമുണ്ട്, മറ്റതൊക്കെ കുഞ്ഞാണ് കേട്ടോ. അങ്ങനെ 3 എണ്ണം കിട്ടിയിട്ടോ. അപ്പോൾ നമ്മളുണ്ടല്ലോ, നമ്മളെ നാട്ടിലും കേങ്ങൊക്കെ കുഴിച്ചിട്ടാലും ഉണ്ടാകും, പക്ഷേങ്കിൽ വലിപ്പം ഉണ്ടാവില്ല എന്നുള്ളൂ കേട്ടോ. അതെന്താണെന്നൊന്നും നമുക്കറിയില്ല. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്, ഉണ്ടാകുമല്ലേന്ന് നമുക്ക് അറിയണമല്ലോ. അതിനും വേണ്ടി ഞാനൊന്ന് നോക്കിയതാണ്.
അപ്പോൾ ഉണ്ടാവുകയും ചെയ്ത് കണ്ടോ. ഒന്ന് കുറച്ച് വലുതും രണ്ടെണ്ണം കുഞ്ഞിയാണ് കേട്ടോ. നല്ല രസം കേട്ടോ അത് കാണാൻ. ഇതിങ്ങനെ കണ്ടപ്പോൾ ചെത്താ തോന്നിയെന്നറിയാം. നമ്മൾ നാടൻ കോഴിക്കളെ അറുത്താൽ ഐറ്റങ്ങളെ പള്ളൻ്റെ ഉള്ളിലുണ്ടാവും. മുട്ടയിടുന്ന കോഴിക്കളാണ് വെച്ചെങ്കിൽ ഇങ്ങനെ അരിയായിട്ടില്ല ഒരു മുട്ടാളുണ്ടാവില്ലേ, അതിൻ്റെ മരിച്ച് തോന്നിയത് കേട്ടോ കണ്ടപ്പോൾ. അങ്ങനെ ആ കേങ്ങ് കിട്ടിയപ്പോൾ നല്ലൊരു സന്തോഷം ഉണ്ടായി കേട്ടോ. പിന്നെ അതാക്കണേ നമ്മൾ പൂരി ഉണ്ടാക്കിക്കണേ, ചായ തിളപ്പിച്ചിക്കണേ. പിന്നെ കേങ്ങ് നമ്മൾ അടുപ്പത്ത് വെച്ചാൽ പോയിനത് വിസിലിങ്ങനെ വരാതെ നിന്ന് നമ്മളെ കേങ്ങൊക്കെ അടിക്ക് പിടിച്ചിക്കണം കേട്ടോ. എന്താ നമ്മളെ കേങ്ങ് ഉണ്ടായിക്കണോ നോക്കിയപ്പം കേങ്ങ് ആണ്ട് അടി പിടിച്ചും ചെയ്തിക്കണം കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ കരിയാത്ത ഭാഗമൊക്കെ എടുത്ത് ചട്ടിയിലിട്ടിട്ട് ഒന്ന് ഒരു തുള്ളി വെള്ളം ഇറ്റിച്ച് കാണ്ടേ ഒന്ന് ലൂസാക്കി എടുത്തുക്കണം കേട്ടോ. വെച്ചെങ്കിൽ ചുവക്കണമൊന്നുമില്ല കേട്ടോ, കാരണം ആ കരിഞ്ഞ ഭാഗമൊന്നും എടുക്കാത്തതുകൊണ്ട് ഇക്കാരം ചുവക്കണമൊന്നുമില്ലേനി. പിന്നെ നമുക്ക് അയലോക്കത്തെ പെരയിൽ നിന്ന് കുറച്ച് ബിരിയാണി തന്നീനി കേട്ടോ. അപ്പം അത് നല്ലോണം അന്തിക്ക് കൊണ്ടുവന്നാണേ. അപ്പം ഞാൻ എന്താട്ടി അതൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് കരുതി. അപ്പം അങ്ങനെ ഇതാക്കണം. അതൊന്ന് ഞാൻ ചട്ടിക്ക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ആ ചട്ടിക്ക് ഇട്ട് കൊടുത്തപ്പം അതിലിട്ട് കാണ്ട് ഇളക്കാൻ കഴിയൂല. അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി നമ്മൾ കുക്കർക്ക് ഇട്ട് കാണ്ട് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ചോറ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു വിസിൽ വരുന്ന മാതിരി ആക്കി. വിസിലൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ല ഉസാറായിട്ടില്ല നമുക്ക് ഇപ്പോൾ വെച്ച ചോറിൻ്റെ മാതിരിയാവും കേട്ടോ നമ്മളെ കുക്കറിലിട്ട് ചൂടാക്കിയാൽ. അപ്പം ചോറ് കണ്ടപ്പോൾ നമ്മൾ സനുട്ടന് ചോറ് മതി കേട്ടോ. ഭൂരി മാണ്ടടാന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇച്ചി ഭൂരി മാണ്ടമ്മ ചോറ് മതി. അങ്ങനെ ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചായക്ക് കടിയൊന്നും വേണ്ടി വരില്ല കേട്ടോ, ഇത് മതിയെന്ന് പറയും. അങ്ങനെ ഓനൊരു തുള്ളി ചോറ് കൊടുത്തു. പിന്നെ നമ്മൾ മിന്നുട്ടിനോട് ചോദിച്ചപ്പോൾ ഓളും പറഞ്ഞിച്ചും ചോറ് അതിന്മാറേ. അങ്ങനെ ഓക്കും കൊടുത്തു ചോറ്. അപ്പം അങ്ങനെ ഓരോ മദ്രസത്തെ പരീക്ഷയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ബുക്കൊന്നും ഇപ്പം ഇനി വേണ്ട, അതൊക്കെ നമുക്ക് ഇനി ഒരു ബാഗിലാക്കിയിട്ട് ഭദ്രമായിട്ട് പാത്തേക്കാം. ഇത് പിന്നെ തൊപ്പിയും ഒക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ മദ്രസ തുറക്കുള്ളൂ, നോൽമ്പും കഴിഞ്ഞ് 6 നോൽമ്പും കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി തൊപ്പിയൊന്നും തിരഞ്ഞാൽ കാണൂല. അപ്പോൾ നമ്മൾ പാത്ത് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ മദ്രസത്തെ ബുക്കൊന്നും വിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ, അറബിയത്തില്ലേ. അപ്പോൾ നമ്മൾ ഭദ്രമായിട്ട് പാത്ത് വെച്ചിരിക്കണേ. പിന്നെ അതാക്കണേ ഞാൻ നമ്മളെ ചീര അരിഞ്ഞിക്കണേ, കുറച്ച് മീൻ വെള്ളത്തിലിട്ടിക്കണേ. അപ്പോൾ നമ്മളെ കുട്ടികൾ പെയിൻ്റ് അടിച്ചാണ്ട് അപ്പോൾ അവർക്ക് കഞ്ഞി കൊടുക്കാനും വേണ്ടി കുറച്ച് മീൻ പൊറ്റും ചോദിച്ചാൽ. പിന്നെ കാബേജ് ഉപ്പേരിയും വെക്കാം, ചീരയും കാബേജും ഒപ്പം ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ രണ്ടും ഞാൻ എടുത്തത്. അപ്പോൾ ചീര ഇതാക്കണേ, ഇന്നലെ ഇലയൊക്കെ നുള്ളി, അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഉണ്ടേനി, തണ്ടും ഇലയൊക്കെ എല്ലാം ഉണ്ടേനി കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇന്ന് ഉപ്പേരിയൊക്കെ വിചാരിച്ചിക്കാണ്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ വെച്ച് തോന്നി കാബേജ് അരിഞ്ഞപ്പോൾ കുറച്ച് തോനുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചീരയും പാടെ കൂട്ടി വെക്കുമ്പം കുറേ ഉണ്ടാവും, അപ്പോൾ ബാക്കിയാവും. അപ്പോൾ പിന്നെ ചീര നമുക്ക് ഇൻഷാല്ലാ നാളെ വെക്കാം. കാബേജ് ഇപ്പോൾ വെക്കും ചോദിച്ചാൽ. പിന്നെ ഞാൻ കുറച്ച് കോഴി ഇടുന്നു കേട്ടോ. പിന്നെ അതിട്ടുകൊണ്ട് ഒരു ചോറും വെക്കാരുത്. കഞ്ഞി റെഡി ആയിക്കണം കേട്ടോ. കഞ്ഞി ഞാൻ കുറച്ച് വെച്ചിട്ടുള്ളൂ, ഉച്ചക്കഞ്ഞി വേറെ എന്തെങ്കിലും ചോറ് വെക്കാൻ വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ മീനൊക്കെ മസാലയൊക്കെ തേച്ച് നമ്മൾ പൊരിച്ചാൻ വെച്ചിക്കണ്. പിന്നെ കാബേജ് ഇതാക്കണ്, കടുകൊക്കെ പൊട്ടിച്ച് തേങ്ങയൊക്കെ ചതച്ചിട്ടു കരിയേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് വേവിച്ചാൻ വേണ്ടി മൂടി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. നമ്മൾ കാബേജും വെന്തിക്കണേ. ഇനി നമുക്ക് കോഴി വെക്കണം. അതിന് ഞാൻ ചട്ടി വേറെ അടുപ്പത്തല്ല ആ അടുപ്പത്ത് തന്നെ വെച്ചിക്കണേ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിക്കണം കേട്ടോ. പിന്നെ അതിൽ ഏലക്കായും പട്ടയും ഗ്രാമ്പും അതും ഇട്ടിന് കേട്ടോ. ആ തക്കാളി അരച്ചിക്ക് തക്കാളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയിട്ട് നമ്മൾ ആ തക്കാളി പേസ്റ്റായിക്ക് പാർന്ന് പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ ഇലയും നമ്മളെ മല്ലിച്ചപ്പിൻ്റെ ഇലയും പാടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ എത്ര അരി എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കൂലേ, ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എന്നിൻ്റെ പാകത്തിന് പാർന്ന് കൊടുത്ത് ഇനി നമുക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ ചോറ് റെഡി ആയിട്ടാണ്. ഈ ഒരു ചോറ് നല്ല രസമാണ് കേട്ടോ തിന്നാൻ. എന്നതാക്കണേ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തക്കണേ. ഇനി നല്ലോണം ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി വെക്കാം. പിന്നെ ചോറൊക്കെ വേഗട്ടെ, അപ്പോൾ തന്നെ ഞാൻ അവർക്ക് കഞ്ഞി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടാക്കും കഞ്ഞി വിളമ്പി വെച്ചിക്കണേ. മീനും ഉപ്പേരിയും ഒക്കെ ഉണ്ട്. പിന്നെ ഉച്ചക്കൊക്കെ ഞാൻ പപ്പടം പൊരിച്ചിട്ടുണ്ട്. ഇനി പപ്പടം പൊരിച്ച് കഴിഞ്ഞിട്ട് വേണം ഈ ഒരു ഓയിലാണ് കേട്ടോ നമ്മൾ കോഴി വെക്കണത്, അല്ലെങ്കിൽ ഇനി നമ്മൾ ഈ എണ്ണ വെറുതെ വേസ്റ്റാക്കി കളയണം. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി നമ്മളെ കോഴി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കുറച്ചിട്ടിക്കണത്. അപ്പോൾ നമ്മൾ കുറേ ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഇത് വേണ്ടേ, കുറേ കാണുമ്പോൾ നിങ്ങൾക്ക് പിരാന്തിക്കാരാവും. ഇത് ഇപ്പോൾ ഇത്രയും കണ്ട് തീർക്കണമല്ലോ എഴുതിയിട്ട് ഇങ്ങനെ അടിച്ചൊക്കെ വിടും. അപ്പോൾ പിന്നെ അതിലേറെ നല്ലല്ലേ നമ്മൾ ലെങ്ത്ത് കുറച്ചിടുന്നത്. അപ്പോൾ നിങ്ങൾ
കജണോരൊക്കെ ഫുള്ളും കാണാൻ നോക്കുക. അപ്പോൾ അങ്ങനെ നമ്മളെ കോഴിച്ചാറ് അയക്കണ്, ചോറ് അയക്കണ്, പപ്പടം പൊരിച്ചിക്കണ്, നമ്മളെ ക്യാബേജ് ഉപ്പേരി അയക്കണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തേത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താണെന്നുള്ളതൊക്കെ ഞങ്ങളോട് പറഞ്ഞില്ലേ, അതുപോലെയൊക്കെ എല്ലാവരും ചെയ്യുക, നിർബന്ധിച്ചൊന്നുമില്ല കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.